ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. 9 മണി വരെയുള്ളവരെയൊക്കെ കയറ്റിവിടും. രജിസ്ട്രേഷൻ നടത്തി കയറ്റിവിടുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ 6 സോണുകളില്ലേ, അട്ടമലയിലും സൂചിപ്പാറയിലേക്ക് പോകുന്ന ആൾക്കാരാണിതാ. ഇന്നിപ്പോൾ സൂചിപ്പാറയിലേക്കാണ് ഇന്ന് കൂടുതൽ ബോഡികൾ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം സൂചിപ്പാറാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ ഇന്നലത്തെ തെരച്ചിലെല്ലാം കൂടിയാണ് നമുക്ക് അങ്ങനെ ഒരു നിർദ്ദേശമല്ല, അങ്ങനെ ഒരു തോന്നല് തുടക്കം മുതലുണ്ട്. അത് സംഭവം നടന്ന പിറ്റേന്ന് തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മള് ടീം വെൽഫെയർ ആണ്. ദിവസം ഒരു 200 ആൾക്കാർക്ക് നിർദ്ദേശമൊക്കെ പറയുന്നത്. നമ്മൾ അവരോട് പറയുന്നത്, ഒന്നാമതായിട്ട് നിങ്ങൾ ഒറ്റക്ക് പോകരുത്, 2 വീടുകളിലേക്ക് കയറരുത്. ഒരുപക്ഷെ വീട് ഇടിഞ്ഞു പോയി വീഴാൻ സാധ്യത ഉണ്ട്. രണ്ടാമത്തെ, വീട് ഇടിഞ്ഞു പോകാൻ സാധ്യത ഇല്ലെങ്കിൽ വീട്ടിൽ പാമ്പുകൾ ഉണ്ടാവും. വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകരുത്. പിന്നെ വടിയുള്ള ഒരാൾ മുന്നിൽ വേണം. ഇതിങ്ങനെ കുത്തിയിട്ട് അവിടെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവിടെ കാല് വെക്കാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ ബോഡി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ആരും ഒറ്റയ്ക്ക് എടുക്കാനൊന്നും നോക്കാതെ നമ്മൾ കൂട്ടമായി നിന്ന് 2 or 3 ആളെ ഇറങ്ങണം. ബോഡി വലിക്കാൻ പാടില്ല. അതൊക്കെ അവർക്ക് അറിയാം. എല്ലാവർക്കും ട്രെയിനിങ് ഉള്ള. എന്നാൽ നമ്മൾ ഓർമ്മപ്പെടുത്തലാണ്. എല്ലാ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരെ കൂടുതലേ. അപ്പോൾ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തുക ചെയ്തത്. അപ്പോൾ നമ്മൾ മെല്ലെ അത് സ്ട്രെച്ചർ പോലെ അല്ലെങ്കിൽ അവിടെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചാൽ അപ്പോൾ തരും. സ്ട്രെച്ചർ വരും. ബാഗിലേക്ക് പോകുമ്പോൾ അവിടെ കുറച്ചുകൂടി ഇറങ്ങണം, ബുദ്ധിമുട്ടുണ്ട്. അത് അതിനൊക്കെ നമ്മൾ തയ്യാറാണ്. പരിശീലനം കിട്ടിയിട്ടുണ്ട്. എല്ലാം ഉണ്ടാകുന്ന വിഷയമല്ല. അതിനൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പോട്ടെ, കൂടുതൽ റിസൾട്ട് ഉണ്ടാവട്ടെ. ഇതുപോലെയാണ് എല്ലാ സ്ഥലത്തു നിന്നും. ബെയിലി പാലം അന്ന് നമ്മൾ ആദ്യം കടന്നു വന്ന പാലല്ല. ഇപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം ആൾക്കാർ വന്നിട്ടുണ്ട്.